അവിടെ ഇറങ്ങി വന്ന ഉടനെ പറഞ്ഞു നാളെ വലിയ വരാൻ ഞങ്ങളുടെ എന്നെ ഇരിക്കുവാണോ ഭാഗത്താനത്ത് അപ്പുറം ചൗക്കോട്ടയുണ്ട് അവിടെ പോയി ചോദിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ ചൗക്കോട്ടെ പോയി ചോദിക്കുന്നതന്നെ നിന്റെ പേരിലാണ് എഗ്രിമെന്റ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് ഇത് കണ്ടത് ഇവിടെ. ഹലോ ഗൈസ്, കുറച്ച് ആൾക്കാര് നമ്മുടെ രേണു സുധി റിലേറ്റഡ് ആയിട്ട് ആ മുടീന്റെ വിഷയം, പിന്നെ ഇപ്പൊ വാടക കൊടുക്കാതെ ഒരു പ്രായമായ ഒരു 73 വയസ്സുള്ള ഒരു അപ്പാപ്പനെ പറ്റിച്ച കേസ് കേട്ടും റിയാക്ഷൻ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളുടെ റിക്വസ്റ്റ് മാനിക്കുന്നു. സോ നമുക്ക് ആ വീഡിയോ ആണ് ഇന്ന് ചെയ്യാനുള്ളത്. സോ അതിനു മുമ്പ് ഞാനൊരു കമന്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ചേച്ചി പറയുന്നത് രേണുവിനെ കുറിച്ച് പറയണമെങ്കിൽ യോഗ്യത വേണമെന്നാണ്. അപ്പം എവിടെയാണ് ഈ യോഗ്യതാ പരീക്ഷ പാസ്സാവേണ്ടത് എന്നൊന്ന് പറഞ്ഞു തന്നാൽ ഒരു കൈ നോക്കാമായിരുന്നു. ചേച്ചി എവിടെയാണ് എഴുതി പാസ്സായത് എന്നും പറഞ്ഞു തന്നാലും മതി. ഇപ്പൊ രേണുവിനെ കുറിച്ചിട്ട് യോഗ്യതാ പരീക്ഷ പാസ്സായാലേ പറയാൻ പാടുള്ളൂ എന്നുള്ള ഒരു അറിവ് എനിക്കില്ലാതെ പോയി, ക്ഷമിക്കുക. അതേപോലെ തന്നെ രേണുവിനെ കുറിച്ച് നെഗറ്റീവും പോസിറ്റീവും പറയുന്ന ആളുകൾ എവിടെ വെച്ചാണ് യോഗ്യതാ പരീക്ഷ പാസ്സായിട്ടുള്ളത്, അതിൽ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്, എങ്ങനെയൊക്കെയായിരുന്നു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്, ടഫായിരുന്നു, എത്ര മണിക്കൂറാണ് എക്സാംസ്, ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് എനിക്ക് കമന്റ് ബോക്സിൽ നിങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരുന്നു. ഓക്കെ, ഇനിയിപ്പം ഇവർ ചോദിച്ചത് വിദ്യാഭ്യാസ യോഗ്യതയാണെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു. ഒരുപാട് പേര് ലൂണ എന്ന് വിളിക്കുന്നത് കേട്ടു, സന്തോഷം. പക്ഷെ എൻ്റെ പേര് ലൂണ എന്നല്ല, എൻ്റെ പേര് വിഘ്നയ എന്നാണ്. ഓക്കെ, എൻ്റെ പേര് വിഘ്നയ ബിജു. പിന്നെ ഇനി വിദ്യാഭ്യാസ യോഗ്യതയാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ +2 കഴിഞ്ഞതിന് ശേഷം 1 വർഷത്തെ ഡിപ്ലോമ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഡിഗ്രി 3 വർഷം കംപ്ലീറ്റ് ചെയ്തു, MA കഴിഞ്ഞു. ഇപ്പം ഞാൻ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിസംബറിൽ വരുന്ന എക്സാം എങ്ങനെയും പിടിക്കണം എന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം എഴുതിയ എക്സാം ചെറിയ മാർക്ക് വ്യത്യാസത്തിൽ എനിക്ക് പോകുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം എന്തായാലും പിടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇനിയിപ്പം പിന്നെ ഈ കരിക്കുലം ആക്ടിവിറ്റീസ് പോലെയുള്ള ആർട്ട്, ഡാൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ 1ാം ക്ലാസ് പഠിക്കുന്ന കാലം തൊട്ടിട്ട് ഒരു 7 വർഷം തുടർച്ചയായിട്ട് ക്ലാസിക്കൽ ഡാൻസ് പഠിച്ച ആളായിരുന്നു. നമ്മുടെ കേരള സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ സംഘനൃത്തത്തിലും മറ്റും പങ്കെടുത്തിട്ട് A ഗ്രേഡും കാര്യങ്ങളൊക്കെ തുടർച്ചയായിട്ട് വാങ്ങിക്കൊണ്ടിരുന്ന ഒരാളാണ്. അതുപോരാത്തതിന് ഞാൻ ചിത്രം വരയ്ക്കും. എനിക്ക് ആർട്സിന്റെ സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പാട്ട് പാടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പാട്ട് പാടും. എൻ്റെതായ സ്വരങ്ങളിൽ പാടാൻ പറ്റുന്ന പാട്ടുകൾ അത്രയും തന്നെ ഞാൻ പാടാറുണ്ട്. പിന്നെ ഞാൻ മാർഷൽ ആർട്സ് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫോട്ടോ ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു ടെന്നീസ് പ്ലെയർ ആയിരുന്നു. പിന്നെ ഞാനൊരു ബാഡ്മിൻ്റൺ ചാമ്പ്യൻ ആയിരുന്നു. ഇതൊക്കെ ആയിരുന്നു എന്ന് പറയാൻ കാരണം വേറൊന്നുമില്ല. +1 +2 ഞാൻ ഒരു മുസ്ലിം ഓറിയന്റഡ് സ്കൂളാണ് പഠിച്ചത്. അവിടെ എനിക്ക് ഇങ്ങനത്തെ ആക്ടിവിറ്റീസിലും കാര്യങ്ങളിലൊന്നും ഇറങ്ങി പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു കാര്യത്തിൽ NSSന്റെ ക്യാമ്പിലും കാര്യങ്ങളൊക്കെ പങ്കെടുത്ത് സജീവമായി സാമൂഹിക പ്രവർത്തനം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളും കൂടിയാണ് ഞാൻ. ശേഷം ഡിഗ്രി കാര്യങ്ങളിലേക്കൊന്നും ഞാൻ അങ്ങനെ ഇത്തരത്തിലുള്ള പരിപാടികളിലോട്ടൊന്നും ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഇപ്പോഴും അവസരം കിട്ടിക്കഴിഞ്ഞാൽ I can perform well. ആൻഡ് ഞാൻ പഠിച്ചതൊന്നും ഞാൻ മറന്നിട്ടില്ല. അതെല്ലാം എൻ്റെ കഴിവുകളാണ്. അതൊക്കെ എൻ്റെ ഉള്ളിൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഈ സർട്ടിഫിക്കറ്റ്സും ഈ ഒരു യോഗ്യതയും വെച്ചിട്ട് രേണു സുധീനെ കുറിച്ച് പറയാനുള്ള യോഗ്യതാ പരീക്ഷ പാസ്സാവാൻ സാധിക്കുകയാണെങ്കിൽ പാസ്സാവട്ടെ. ഇനിയിപ്പം പാസ്സായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവരെ കുറിച്ച് സംസാരിക്കാൻ വരുന്നില്ല. ഓക്കെ, കാണിച്ച സർട്ടിഫിക്കറ്റ്സിൽ എൻ്റെ പ്രൈവസി മാനിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ബ്ലർ ചെയ്തിട്ടുണ്ട്. സോറി ഗൈസ്. അപ്പം നമുക്ക് വിഷയത്തിലോട്ട് വരാം. ആദ്യം മുടിയുടെ കേസ് ആയിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. അത് നന്നായിട്ട് കെയർ ചെയ്യുന്നോടി. നമ്മൾ ഷാമ്പു ഉണ്ട്, അതിന്റെ ഒരു കട്ടി കുറേ ഷാമ്പു ഇടണം. ഷാമ്പു ഇട്ടിട്ട് രാത്രി നന്നായിട്ട് പിന്നെ ഇങ്ങനെ കെട്ടി വെക്കണം. ഭയങ്കര കെയറിങ് ചെയ്യേണ്ട സാധനമാണ്. കണ്ടില്ല, അവരുടെ ഇതൊക്കെ ഉണ്ടെന്നു അതാ മുഴുവൻ പോവാതെ ഇങ്ങനെ പെറുക്കി ഇവരെല്ലാം നോക്കും. ഇതുപോലെ ഇരിക്കും, വേം പോലെ ഇരിക്കും. ഇങ്ങനെ പെറുക്കിയൊക്കെ തരുന്നുണ്ട്. എടുത്ത് നോക്കുമ്പോൾ ഈ സാധനം കറുത്ത കണ്ടോ? എന്നാ ശരിയല്ല, ഞാൻ തരുന്ന ചോദിക്കുന്നത്. എനിക്കിത് കണ്ടിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. വേറെ ഒന്നും കൊണ്ടല്ല, ഇതിപ്പോൾ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഊഞ്ഞാലാട്ട പരിപാടികളാണ്. ആദ്യം നമ്മുടെ ഫിറോസിനെ ചോർച്ചുണ്ടെന്ന് പറഞ്ഞ് ഊഞ്ഞാലാട്ടി വിട്ടു. വീണ്ടും സ്ഥലത്തിന്റെ പേര് പറഞ്ഞ് ബിഷപ്പിന് ഊഞ്ഞാലാട്ടി വിട്ടു. മതിലിന്റെ പേര് പറഞ്ഞ് മറുനാടിനെ ഊഞ്ഞാലാട്ടി വിട്ടു. ശേഷം അങ്ങനെ വൈക്കും ഓരോരുത്തർ പിന്നെ താജുദ്ദീനെ ഊഞ്ഞാലാട്ടി വിട്ടു. അങ്ങനെ ഒരുപാട് പേരെ ഊഞ്ഞാലാട്ടുന്ന ഒരു പ്രത്യേകതരം സംഭവ വികാസങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഊഞ്ഞാലാട്ടം സ്പെഷ്യലായിട്ട് മേടിച്ചത് ഈ ചേച്ചിയാണെന്ന് മാത്രം. അതിലവർ പ്രത്യേകം പറയുന്നുണ്ട് ഹൈജീൻ കീപ്പ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമുള്ളതാണ് ഈ ഒരു ഹെയർ എക്സ്റ്റൻഷൻ പരിപാടി എന്നുള്ളത്. ഈ ഒരു വീഡിയോന്റെ താഴെ തന്നെ അവർ കമന്റ് കൊടുത്തിട്ടുണ്ട്. ആ കമന്റ് ഞാനിവിടെ കാണിച്ചു തരാം. ഇതാണ് ആ കമന്റ്. സോ ഇവർ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നത് രേണു എന്ന് പറയുന്ന സ്ത്രീക്ക് ഹൈജീൻ ഇല്ല എന്നുള്ളതാണ് ഇവരുടെ കമന്റിലൂടെ പറഞ്ഞിട്ടുള്ളത്. കാരണം അല്ലെങ്കിൽ ഇവർ പറയും ചിലപ്പോൾ അവർ നോക്കാത്തത് കൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഇതൊക്കെ ഹൈജീൻ ഉള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ അതിന്റെ അർത്ഥം രേണുവിന് ഹൈജീൻ ഇല്ല എന്ന് ഇവർ ഇൻഡയറക്റ്റ് ആയിട്ട് പറയാണ്. പക്ഷെ ആ ഒരു ഇൻസിഡന്റ് അകത്ത് ഞാൻ കെയർ ചെയ്യാറില്ല എന്നൊരു സെന്റൻസും കൂടെ രേണു അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ബിക്കോസ് അവർക്ക് വെറുതെ കിട്ടിയൊരു സാധനം അവർ കെയർ ചെയ്യാറില്ല. അത് തന്നെയാണ് ഇത്രയും കാലം നടന്നുകൊണ്ടിരുന്നത്. വീടിന്റെ അകം മുഴുവൻ വൃത്തികേടായിരുന്നു. തുണിയും കാര്യങ്ങളൊക്കെ വാരി വലിച്ചിട്ടതൊക്കെ 2-3 പ്രാവശ്യം നമ്മൾ വീഡിയോയ്ക്കകത്ത് കണ്ടിട്ടുള്ളതാണ്. സോ കൊടുത്തൊരു സാധനം വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ അവർക്ക് അറിയത്തില്ല എന്നുള്ള കാര്യം അവർ 2 വട്ടം ഓൾറെഡി തെളിയിച്ചതാണ്.
നന്ദിയില്ലാത്തൊരു സ്വഭാവമാണ് അവർ കാണിച്ചുകൊണ്ടിരുന്നിട്ടുള്ളത്. അത് തന്നെയാണ് ഇപ്പോഴും അവർ കാണിച്ചിട്ടുള്ളത്. അവർക്ക് ഇങ്ങനെ ആളുകൾ കുത്തി കുത്തി ചോദിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ടൊരു കാര്യം പറയാമായിരുന്നു, ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടാട്ടോ മുടി ഇങ്ങനെ പോയിട്ടുള്ളത്, നല്ല വർക്കായിരുന്നു എന്ന് പറയാമായിരുന്നു. പക്ഷെ ഇത് കണ്ടോ, നിങ്ങൾ പോരുന്നത് കണ്ടോ, ഇവിടെ പേൻ പോരുന്ന മാതിരി ഇരിക്കുന്നുണ്ട്, പൊടിഞ്ഞു പൊടിഞ്ഞു പോവാണ്. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഇതൊരു കുറ്റം പറച്ചിൽ. അതായത് അവർ വെറുതെ ചെയ്തു കൊടുത്തൊരു സാധനത്തിന് ഇവർ നെഗറ്റീവ് പറയുന്നതായിട്ട് ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഇവർക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു പണിയാണ്. പ്രൊമോഷൻ വഴി പണി മേടിക്കാന്ന് കേട്ടില്ല, അതാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ഈ റോമ ഹെയർ കെയർ പരിപാടിക്ക്. ഇവർ വെച്ചെടുക്കുന്ന ഹെയർ കാര്യങ്ങൾക്കൊക്കെ ഇത്രേ ഹെൽത്ത് ഉള്ളൂ, അത് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു പോകും, മറിഞ്ഞു പോകും, അലിഞ്ഞു പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുന്ന സമയത്ത് ഭൂരിഭാഗം ആളുകൾ അവിടെ പോകാനും ഈ ഒരു ഹെയർ എക്സ്റ്റൻഷൻ പരിപാടി ചെയ്യാതിരിക്കാനും ഒക്കെ നോക്കുകയുള്ളൂ. ഇതിപ്പം വടി കൊടുത്ത് അടി വാങ്ങുകയെന്ന് കേട്ടില്ല, ആ ഒരു പരിപാടിയാണ് ചേച്ചി ചെയ്തിട്ടുള്ളത്. ചേച്ചി ചെയ്യാൻ കാരണം വേറെ ഒന്നുമില്ല, രേണുവിന് ഒരുപാട് പേര് ബോഡി ഷേമിങ് ചെയ്യുന്നുണ്ട്. സോ ഇതെങ്കിലും ചെയ്തു കൊടുത്താൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കുമല്ലോ എന്നുള്ളൊരു നല്ല മനസ്സോടു കൂടിയാണ് ഇവർ അത് ചെയ്തു കൊടുത്തത്. ഇപ്പം രേണുസുധീൻ്റെ ഭാഗത്തുനിന്നും അവരുടെ ഫാമിലിയുടെ ഭാഗത്തുനിന്ന് നോക്കുകയാണെങ്കിൽ നല്ല മനസ്സോടു കൂടി എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും അവർക്ക് എല്ലാവർക്കും ഒരു ഊഞ്ഞാലാട്ടം ഫ്രീ ആണ്. ആ ഒരു ഫ്രീ ഊഞ്ഞാലാട്ടമാണ് ഇവർക്കും കിട്ടിയിട്ടുള്ളത്. സോ അത് പോട്ടെ. അതിനുശേഷം ഒരു 73 വയസ്സുള്ള അപ്പാപ്പനെ പറ്റിച്ചൊരു കേസ് ഇട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു വോയിസ് ക്ലിപ്പിന്റെ ഭാഗം ഞാനോട് നോക്കാം. പുള്ളിക്കാരത്തിയുടെ കൂടി എന്നെ തേര് പറഞ്ഞു അവിടെ നിന്ന് ഓടിച്ചു. ഞാൻ സാറേ എന്റെ ശ്രുതിയും ആ ബ്രോക്കറും ഒക്കെ ഇടപെട്ട് രേണുവായിട്ട് എന്റെ വീട്ടിൽ വന്നു. എന്റെ വീട്ടിൽ വന്നിട്ട് വാടക കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം സൂര്യർ സെലിബ്രിറ്റി അല്ലേ, കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ആ വാടക കാര്യങ്ങൾ കൊടുത്തു കേട്ടോ സാർ. അതെന്നാ പറ്റി, അപ്പം അവര് പുള്ളിക്കാരത്തി അവരുടെ ഫാദർ കാര്യം ഉടായിപ്പാ. അപ്പൊ എന്നാന്ന് വെച്ചാൽ അവർ താമസം തുടങ്ങി കഴിഞ്ഞ് ഞാൻ എപ്പം ചെന്നാലും നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് കയറാനോ നോക്കാനോ ഒരു സൗകര്യമില്ല. പിന്നെ സൗകര്യം എന്ന് പറഞ്ഞാൽ ഇടയില്ല. കാര്യം നോക്കുമ്പോൾ എന്നാണെന്നറിയാമോ, ഇവർ ഭാര്യയ്ക്കും ഭർത്താവിനുമാണ് പിള്ളേർക്ക് വേണ്ടി കൊടുത്തെങ്കിലും ഭാര്യ ഭർത്താവ് 2 കുട്ടികളെ അച്ഛനും അമ്മയും അതുകൂടാതെ രേണുവിന്റെ ആങ്ങളെയും ഭാര്യയും പിള്ളേരും 10 പേരാണ് വീട്ടിൽ താമസിക്കുന്നത് കേട്ടോ സാർ. അങ്ങനെ താമസിച്ചാൽ വാട്ടർ ടാങ്ക് സെപ്റ്റി ടാങ്ക് ഫുള്ളായിരിക്കും. പ്രശ്നമാണെന്നും പറഞ്ഞ് ഞാൻ കിടങ്ങറ അവളെ ചങ്ങനാശ്ശേരിക്കപ്പുറമുള്ള പാർട്ടികളിൽ നിന്ന് 7,000 രൂപ മുടക്കി ടാങ്ക് എല്ലാം ക്ലീൻ ചെയ്തെല്ലാം കൊടുത്തു. ഈ ഒരു വോയിസിന്റെ ഒറിജിനൽ പതിപ്പ് അനീഷ് വ്ലോഗ്സ് എന്ന് പറയുന്ന ഒരാളുടെ യൂട്യൂബ് ചാനലാണ്. ഇവരുടെ യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിന്റെ ഫുൾ ഓഡിയോ ക്ലിപ്സും കാര്യങ്ങളും ആ ഒരു അഗ്രിമെന്റും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. സോ സുധി മരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ അപ്പാപ്പന്റെ വീട്ടിലാണ് ഇവർ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് മാറി താമസിക്കുകയായിരുന്നു. ഈ അപ്പാപ്പനോടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ഈ അപ്പാപ്പൻ ആ വീട്ടിലോട്ട് കയറ്റത്തേ ഉണ്ടായിരുന്നില്ല. അഗ്രിമെന്റ് പ്രകാരം സുധിയും രേണുവും അവരുടെ 2 മക്കളുമാണ് ആ വീട്ടിൽ താമസിക്കേണ്ടിയിരുന്നത്. പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും രേണുവിന്റെ അച്ഛൻ, രേണുവിന്റെ അമ്മ, രേണുവിന്റെ സഹോദരി, രേണുവിന്റെ സഹോദരിയുടെ ഭർത്താവ്, സഹോദരിയുടെ മക്കൾ തുടങ്ങിയ ഒരു 10ഓളം ആളുകൾ ആ വീട്ടിൽ കയറി കൂടുകയും അവിടുത്തെ സെപ്റ്റി ടാങ്ക് ഫുള്ളാവുകയും ശേഷം ഇവരോട് അത് ക്ലീൻ ചെയ്യാൻ പറഞ്ഞ സമയത്ത് ഇവരത് നിരസിക്കുകയും ഈ പുള്ളിക്കാരന്റെ കയ്യിൽ നിന്ന് 7,000 രൂപ കൊടുത്തിട്ട് ആ സെപ്റ്റി ടാങ്ക് ക്ലീൻ ചെയ്തിട്ട് ഇവർക്ക് വീണ്ടും അതിൽ പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ശേഷം ഇയാളുടെ വാടക കുറച്ച് പൈസ പെൻഡിങ് ഉണ്ടായിരുന്നു. സുധി മരിക്കുന്നതിന് മുമ്പ് സുധി അയാളുടെ ATM നിന്ന് പൈസ എടുത്ത് കുറച്ച് പൈസ കൊടുത്തായിരുന്നു. പിന്നെ എത്ര 13 രൂപയോ കറക്റ്റ് എമൗണ്ട് ഓർമ്മയില്ല, ഏകദേശം അറൗണ്ട് ആ ഒരു പൈസ എടുത്ത് വീണ്ടും ഈ അപ്പാപ്പന് കൊടുക്കാനുണ്ട്. ഈ അപ്പാപ്പൻ പ്രായമായ ഒരാളാണ്. അവിടെ വാടകയ്ക്ക് ആളുകൾ വന്ന് താമസിക്കുന്ന അതിനകത്തുനിന്നൊക്കെയാണ് പുള്ളിക്കാരൻ്റെ മെയിനായിട്ടുള്ള പെൻഷൻ്റെ ഒപ്പം തന്നെ ജീവിത വരുമാന മാർഗ്ഗങ്ങളൊക്കെ കാണുന്നത്. സോ ഇവർ ചെയ്തിട്ടുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശം പരിപാടിയാണ്. പ്രായമായ ഒരാളുടെ പൈസ ഗഡുക്കളായിട്ടെങ്കിലും കൊടുത്തു തീർക്കേണ്ട ഉത്തരവാദിത്തം ഇവർക്കുണ്ടായിരുന്നു. ഇപ്പോഴും ആ ഉത്തരവാദിത്തം ഇവർക്കുണ്ട്. പക്ഷെ ഇവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ ചോദിച്ച് ഓരോ സമയത്തും ഈ അപ്പാപ്പനെ ആട്ടി തുപ്പി വിടുകയാണ്. ബിഷപ്പിൻ നോബിൾ ഫിലിപ്പിനെ കണ്ട് സംസാരിച്ച് ബിഷപ്പിന്റെ പേര് പറഞ്ഞപ്പോഴാണ് ഈ ഒരു കമന്റ് ആണ്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീഡിയോസിന് താഴേക്ക് ബിഷപ്പാണെന്ന് തോന്നുന്നുണ്ട്. ബിഷപ്പാണെങ്കിൽ ഒരുപാട് സന്തോഷം. വീഡിയോയ്ക്ക് കമന്റ് ഒക്കെ ഇട്ട് കാണാറുണ്ട്, ഒരുപാട് സന്തോഷം. ഇനി ഫാൻ പേജ് ആണോന്നും അറിയത്തില്ല. എന്തൊക്കെയാണെങ്കിൽ നോക്കിയ സമയത്ത് അതിൽ പുള്ളിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണപ്പെടുകയുണ്ടായി. ബിഷപ്പാണെങ്കിൽ ഒരുപാട് സന്തോഷം. പ്രാർത്ഥന അനുഗ്രഹമൊക്കെ കൂടി ഉണ്ടാവട്ടെ. പ്രാക്കൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ട്. നിന്റെ കെട്ടിയം ചാവട്ടെ, നിന്റെ മക്കൾ ചാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അമ്മച്ചിമാരെ കമന്റ് ഇടുന്നുണ്ട്. എന്തിനാ ഇതൊക്കെ ഇടുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഇന്നേ വരെ നന്ദിക്ക് നിരക്കാത്ത ഒരു പരിപാടി ഞാൻ ചെയ്തിട്ടില്ല. ഒരാളെ ഞാൻ പറ്റിച്ച് പൈസ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ എന്നെ സഹായിച്ചവർക്കെതിരെ നന്ദികേട് കാണിച്ചിട്ടില്ല. അങ്ങനൊരു പരിപാടി ഞാൻ ചെയ്തിട്ടില്ല. സോ രേണുവിൽ നിന്ന് എന്നെ എന്താണ് വ്യത്യസ്തപ്പെടുത്തി ഇവരിങ്ങനെ അരോചകമായി കമന്റുകൾ ഇടുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അവരവരുടെ കമന്റുകളായിട്ട് മുമ്പോട്ട് പോട്ടെ. നമ്മളിപ്പോൾ എവിടെ പറഞ്ഞു നിർത്തത്, ബിഷപ്പ് നോബിൾ ഫിലിപ്പിനെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് ബിഷപ്പുമായിട്ട് വീട്ടിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു, പൈസയൊക്കെ. ആ സമയത്ത് തങ്കച്ചൻ, നമ്മളെ രേണുവിൻ്റെ ഫാദർ തങ്കച്ചൻ അല്ലെങ്കിൽ വിനയൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാണമില്ല ഇവിടെ വരാൻ, അങ്ങോട്ട് പോയിക്കോ ഇങ്ങോട്ട് പോയിക്കോ എന്നൊക്കെ പറഞ്ഞ് അവരിന്ന് ആ ഒരു പ്രായമായ മനുഷ്യനെ തള്ളിക്കളയുക, ആട്ടിപ്പറഞ്ഞു വിടുകയൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഹൈലൈറ്റ് രേണുസുധി കൊടുത്തൊരു മറുപടിയായിരുന്നു. അതൊക്കെ അനീഷ് വ്ലോഗ്സിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. കൊല്ലത്ത് അവിടെ എന്നാ ഞാലിയാങ്കുടി അവിടെ ഞാലിയാങ്കുടി അവിടെ എങ്ങാണ്ടും മറ്റേ പുള്ളിനെ അടക്കിയ കല്ലറയില്ല, കല്ലറയിൽ പോയി ചോദിക്കുക സുധി തരുമെന്നൊക്കെ പറഞ്ഞു എന്ന് അദ്ദേഹത്തിൻ്റെ വോയിസിൽ കേൾക്കാനിടയായി.
വളരെ മോശമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നടത്തിയിട്ടുള്ളത്. സ്വന്തം ഭർത്താവ് മരിച്ച് ഒരു കുഴിയിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അയാളുടെ കല്ലറയിൽ പോയി ചോദിക്കുക എന്ന് പറയുന്നതിൽ നിന്ന് തന്നെ വ്യക്തമാണ് പുള്ളിക്കാരിക്ക് പുള്ളിക്കാരനോടുള്ള സ്നേഹം. ഒരു ഫെയിമിനും കാര്യങ്ങൾക്ക് വേണ്ടി സുധിയുടെ പേര് ഉപയോഗിക്കുക എന്നല്ലാതെ വേറൊന്നും. ജീവിച്ചിരുന്ന സമയത്ത് അയാളോട്ട് പ്രേമത്തിലല്ലായിരുന്നു, അടുപ്പത്തിലായിരുന്നില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ മരിച്ചു കഴിഞ്ഞതിന് ശേഷം സുധിയോടുള്ള സ്നേഹം എന്നതിനേക്കാൾ കൂടുതൽ ഇവർക്കുള്ളൊരു ഫെയിമാണ് ഇവർ ടാർഗറ്റ് ചെയ്ത് മുമ്പോട്ട് പോയിട്ടുള്ളത് എന്നുള്ള കാര്യം തന്നെ വ്യക്തമാണ്. ഈ അപ്പാപ്പൻ അവരുടെ വോയിസിനകത്ത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്, രേണു കാണുന്ന മാതിരി ഒന്നല്ല പാവം, ഇത് ബിഗ് ബോസ് പോയതുപോലും ആ പുള്ളിക്കാരൻ അറിഞ്ഞിട്ടില്ല. ഈ അനീഷ് വ്ലോഗ്സ് പറയുമ്പോഴാണ് ബിഗ് ബോസ് പോയി തന്നെ അറിയുന്നത്. ഇനിയിപ്പോൾ ബിഗ് ബോസ് പോയതുകൊണ്ട് ഡിഗ്രേഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ആരും വരണ്ട. അപ്പം അങ്ങനെ പറയുന്നുണ്ട്, അവരുടെ നാക്ക് ശരിയില്ല, ഇങ്ങനെയൊക്കെ എന്നെ പറയുന്നുണ്ട്. കാരണം നമുക്കറിയാം പുള്ളിക്കാരി ബിഗ് ബോസ് പോയതിൻ്റെ ശേഷം അനീഷിനോട് കോർക്കുന്ന കോർക്കലൊക്കെ നമ്മൾ കേട്ടതാണ്. ആ ഒരു നിലവാരം വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം അറിയാം അവർ ഏതൊക്കെ രീതിയിൽ ആളുകളോട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ടാവും ദേഷ്യം പിടിക്കുന്ന സമയത്ത് എന്നൊക്കെ. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ ബിഗ് ബോസ് എന്ന് എനിക്ക് തോന്നുന്നു ഒരു ദിവസം 5000 എങ്ങാണ്ടല്ലേ പറഞ്ഞു. അപ്പം അതിനകത്തെങ്കിലും കിട്ടുന്ന വരുമാനത്തിന് ആ അപ്പാപ്പന് കൊടുക്കേണ്ട പൈസ ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുണ്യം കിട്ടും. എന്തായാലും ഒരുപാട് പേരെ പറ്റിച്ചു. പക്ഷെ ഇത്രയും പ്രായമായവരുടെ പറ്റിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിന് നിരക്കാത്തൊരു പരിപാടിയാണ്. സുധി ജീവനോട് ഉണ്ടായിരുന്ന സമയത്ത് കുറച്ചെങ്കിലും പൈസ കൊടുത്ത് വീട്ടാനുള്ളൊരു ശ്രമം അയാൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കിട്ടുന്ന പൈസേൻ്റെ അകത്തുനിന്ന് ഈ ബാഗും ചെരുപ്പും അതും ഇതൊക്കെ കരിഷ്മ വാങ്ങി തന്നു എന്ന വ്യാജേന സ്വയം പർച്ചേസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഒരു 2000 രൂപ വെച്ച് കുറേശ്ശെ കൊടുത്താലും ആ അപ്പാപ്പനൊരു സഹായമായിരിക്കും. ഇതൊരു നല്ല കാര്യം പറഞ്ഞതാണ്. ഇത്രയും കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടും രേഷ്മ പി തങ്കച്ചൻ ചെയ്തത് ശരിയാണ് എന്ന് പറയുന്ന ആളുകളെ എന്താണ് വിളിക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷി തൊട്ട് പറയുക, 73 വയസ്സുള്ള ഒരു അപ്പാപ്പൻ വാടക വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് അവിടെ ജീവിക്കുന്നു. അവരുടെ പൈസ പറ്റിച്ച് ചോദിക്കുന്ന സമയത്ത് അവരെ തെറി പറയുന്നു. ശരിയായ ഒരു പ്രവണതയാണോ? നിങ്ങളാണെങ്കിൽ വാങ്ങിയ പൈസ വാങ്ങിയ സമയത്ത് തിരിച്ചു കൊടുക്കില്ല. ഞാൻ കടം മേടിക്കാറുണ്ട്. ഞാൻ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് സമയത്ത് അല്ലെങ്കിൽ ചോദിക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പെങ്കിലും കൊടുക്കാനേ ഞാൻ നോക്കാറുള്ളൂ. ഇനിയിപ്പോൾ വൈകിട്ടുണ്ടെങ്കിൽ തന്നെ എൻ്റെ ന്യായീകരണങ്ങൾ ഞാൻ അവരെ അറിയിച്ചതിന് ശേഷം ഞാൻ ആ പൈസ കറക്റ്റായിട്ട് കൊടുത്തതിൻ്റെ ഖേദം ഞാൻ പ്രകടിപ്പിക്കാറുമുണ്ട്. നിങ്ങൾ അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാണ്ട് ഒരാൾ നമ്മളെ സഹായിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരോട് നന്ദികേട് കാണിക്കുന്നത് ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. അതോടൊപ്പം തന്നെ ആ വാടക വീട്ടിൽ ഏതുകൊണ്ടോ തുരുമ്പ് പിടിച്ചൊരു കാറ് കിടപ്പുണ്ടെന്നോ അതെടുത്ത് മാറ്റാൻ പറഞ്ഞിട്ട് എടുത്ത് മാറ്റി കൊടുക്കുന്നില്ല എന്നും അതിന് ദേഷ്യം പിടിച്ചിട്ടാണ് നമ്മളെ ലക്ഷ്മി നക്ഷത്രൻ്റെ വീഡിയോസിനകത്ത് ഒരു വാടക വീടുണ്ടായിരുന്നല്ലോ. അത് ഈ അപ്പാപ്പൻ്റെ വീടല്ല. അപ്പാപ്പൻ്റെ വീട്ടിൽ നിന്ന് പിണങ്ങിയിട്ട് തൊട്ടടുത്തുള്ള ഒരു വാടക വീട്ടിലോട്ട് മാറി താമസിച്ചിട്ടുണ്ടായിരുന്നു. ആ വീടാണ് ലക്ഷ്മി നക്ഷത്രൻ്റെ വീഡിയോസിനകത്തും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. സോ ഈ വക കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പറയാതിരിക്കാൻ നിവർത്തിയില്ല. നമ്മൾ അവരെ മോശം വേറെ വ്ളോഗേഴ്സിനെ അപേക്ഷിച്ച് നമ്മളവരെ വൃത്തികെട്ട രീതിയിൽ ഒന്നും പറയുന്നില്ല, ബോഡി ഷേമിങ് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. എന്നിരുന്നാലും പറയേണ്ട കാര്യങ്ങൾ സ്ട്രൈറ്റ് ഫോർവേഡ് പറയുന്നുണ്ട്. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.